ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ മലയാളം ഫോർമൽ ഓർഗനൈസേഷന്റെ മലയാളം ഔപചാരിക സംഘാടനം എന്നാണ്. അതുപോലെ ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ മലയാളം അനൗപചാരിക സംഘാടനം എന്നാണ്. അതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് വാട്ട് ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഫോർമൽ ഓർഗനൈസേഷൻ refers to the organization structure which is designed by the management to accomplish a particular task. അതായത് മാനേജ്മെന്റ് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങുന്ന ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് ഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഡെലിബറേറ്റ്ലി ബൈ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ബോധപൂർവം സൃഷ്ടിക്കുന്ന ഓർഗനൈസേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ. നമുക്കിനി അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ദ വെരി ഫസ്റ്റ് വൺ, ഇറ്റ് സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് ജോബ് പൊസിഷൻസ്. നമുക്ക് അറിയാവുന്നതാണ്, തുടക്കം മുതലേ നാം പറയുന്നതാണ്, ഓർഗനൈസേഷനിലൂടെ നടക്കുന്നത് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓരോ ജോബുകളും തമ്മിലുള്ള ജോബ് പൊസിഷൻസിന്റെ റിലേഷൻഷിപ്പ് കണ്ടെത്താനായിട്ട് അല്ലെ സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, ഇറ്റ്സ് എ മീൻസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. അല്ലെ, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു മീൻസ്, ഒരു മാർഗമാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ, ഇറ്റ് എൻഷുർ കോർഡിനേഷൻ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൃത്യമായി ഡെലിബറേറ്റ് ആയിട്ട് ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ, മോർ എംഫസിസ് ഓൺ പെർഫോമൻസ്. അതായത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ് പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. നാം ഫീച്ചേഴ്സ് നോക്കിയത് കൊണ്ട് തന്നെ നമുക്കിനി എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ദ വെരി ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഈസിയർ ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. നാം തുടക്കം മുതലേ പറയുന്നതാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ, ഉത്തരവാദിത്വവും അതോറിറ്റിയും ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഇവിടെ കൃത്യമായ ഒരു ഫോർമൽ ചാനലിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഉണ്ടാകുന്നില്ല. തേർഡ് വൺ, യൂണിറ്റ് ഓഫ് കമാൻഡ് ഈസ് മെയിൻറ്റൈൻഡ്. നമുക്കറിയാം എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന്. ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ഒരേ സമയം കൂടുതൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന പ്രിൻസിപ്പിളാണ്. ഒരു ഫോർമൽ ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇത്തരത്തിലേക്ക് യൂണിറ്റി ഓഫ് കമാൻഡ് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താണോ നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം, ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായിട്ട് ഇത് സഹായിക്കാറുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി ടു ദ ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിന് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നത്, നമ്മുടെ സ്ഥാപനത്തിന് ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉറപ്പുവരുത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ അഡ്വാൻറ്റേജസിനോടൊപ്പം തന്നെ ചില ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് കൂടി നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്. നമുക്കിനി നോക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ദ വെരി ഫസ്റ്റ് വൺ, ഡിലേ ഇൻ ആക്ഷൻ. അതായത് ഇവിടെ നമുക്കറിയാം ഒരു സ്ട്രക്ചർ ബേസിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുക. കൃത്യമായ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി ഡിലേഡ് ആണ്. സെക്കൻഡ് വൺ, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇവിടെ ഹ്യൂമൻ റിലേഷൻഷിപ്പിന് പ്രാധാന്യം ഇല്ല. ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷന്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നമുക്കറിയാം ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കൃത്യമായ മാനേജ്മെന്റ് ബോധപൂർവം ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് വിത്തിൻ ദ ഓർഗനൈസേഷൻ വെൻ പീപ്പിൾ ഇന്ററാക്ട് ബിയോണ്ട് ദെയർ ഒഫീഷ്യലി ഡിഫൈൻഡ് റോൾസ്. സിമ്പിൾ മീനിങ് ആണ്. ഇത് നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ തന്നെയാണ് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത്. ഇവിടെ ആളുകൾ ഒരുമിച്ച് കൂടുക അല്ലെങ്കിൽ ആളുകൾ സഹകരിക്കുകയോ ചെയ്യുന്നു ബിയോണ്ട് ദെയർ ഒഫീഷ്യൽ ലൈൻ ആണ്. അതായത് അവരുടെ ഒഫീഷ്യൽ ലൈനിന് ഒഫീഷ്യൽ റോളിന് പുറമെയാണ്. അതായത് അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ബേസിൽ ഫ്രെയിം ചെയ്യപ്പെടുന്ന ഓർഗനൈസേഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇനി നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ്
informal organization. The first one, an informal organization originates within the formal organization. അതായത് നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ ഉള്ളിൽ തന്നെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷനും ഫ്രെയിം ചെയ്യപ്പെടുന്നത്. ദ സെക്കൻഡ് വൺ, നോ ഒഫീഷ്യലി റൂൾസ്, നോംസ് ആൻഡ് റെഗുലേഷൻസ്. അവിടെ ഒഫീഷ്യലായിട്ടുള്ള റൂൾസോ നോംസോ റെഗുലേഷൻസോ ഒന്നും തന്നെ ഇല്ല. തേർഡ് വൺ, ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, അതായത് ഇവിടെ കൃത്യമായ ഇൻഫർമേഷൻ ഇവിടെ ഫ്ലോ ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് എമേർജസ് സ്പോണ്ടേനിയസ്ലി. അതായത് ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടായി വരുന്ന ഒന്നല്ല, ബോധപൂർവം ഉണ്ടാവുന്ന ഒന്നല്ല, സ്പോണ്ടേനിയസ്ലി സ്വാഭാവികമായ അവിടെ ഹ്യൂമൻ ബീയിങ് ആണല്ലോ, അവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ആൻഡ് അനദർ വൺ, ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ. ഇതിന് കൃത്യമായ, നമുക്കറിയാം ഫോർമൽ ഓർഗനൈസേഷൻ ഉള്ളതുപോലെ കൃത്യമായ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ടാകാറില്ല. ഇത് നോക്കേണ്ടത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ദ വെരി ഫസ്റ്റ് വൺ നമുക്കറിയാം, നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നു ഡിലേ ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഫാസ്റ്റർ സ്പ്രെഡ് ഓഫ് ഇൻഫർമേഷൻ ആണ്. നമുക്ക് വേഗത്തിൽ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഫുൾഫിൽ ദ സോഷ്യൽ നീഡ്സ് ടു ദ മെമ്പേഴ്സ്. നമ്മുടെ മെമ്പേഴ്സിന് കുറേ സോഷ്യൽ നീഡ്സ് ഉണ്ടാവും, ആ നീഡ്സ് ഒക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥാപനത്തിൽ കുറേ തൊഴിലാളികൾ ഉണ്ടാവും, കുറേ വർക്കേഴ്സ് ഉണ്ടാവും, അവരെല്ലാം കൂടി ചേർന്നിട്ട് എന്തെങ്കിലും സമ്പാദ്യ പദ്ധതികൾ തുടങ്ങുക, ചിട്ടി പോലെയുള്ള ചെറിയ പദ്ധതികൾ തുടങ്ങുക. ഇതൊക്കെ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. അവിടുത്തെ ലീഡർ മാനേജർ ആവണമെന്നില്ല, ആർക്കും അവിടെ ലീഡറായി മാറാം. അവിടെ സോഷ്യൽ ബേസ്ഡ് ആണ്, സോഷ്യൽ നീഡ്സ് ആണ് പ്രധാനമായിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, എന്നാൽ നമുക്ക് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് സം കോൺട്രിബ്യൂഷൻ ടു ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ചില കോൺട്രിബ്യൂഷൻസ് കൂടി ഇൻഫോർമൽ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ദ വെരി ഫസ്റ്റ് വൺ, the norms used by the informal organization may be contrary to the formal organization. അതായത് ഇവിടെ കൃത്യമായി റിട്ടേൺ ആയിട്ടുള്ള നോംസ് ഒന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ പലപ്പോഴും ഇവരുടെ നോംസ് നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ നോംസിന് വിരുദ്ധമാവുക, കോൺട്രറി ആവാനുള്ള സാധ്യത കൂടുതലാണ്. സെക്കൻഡ് വൺ, ആൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ജനറലി പ്രിഫേഴ്സ് റെസിസ്റ്റൻസ് ടു ന്യൂ വർക്ക് മെത്തേഡ്. എപ്പോഴും നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ പലപ്പോഴും ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങളെ അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ തയ്യാറാകാറില്ല. പലപ്പോഴും അതിനെ പ്രതിരോധിക്കുകയും അതിന് തടസ്സം നിൽക്കുകയും ചെയ്യാറുണ്ട്. ആൻഡ് തേർഡ് വൺ, എ മെമ്പർ ഓഫ് ആൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ മേ ബി എക്സ്പെക്റ്റഡ് ടു ഗോ സ്ലോ ഇൻ ഹിസ് വർക്ക്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ അതിലൂടെയുള്ളൊരു കോണ്ടാക്റ്റിലൂടെ ഇവരുടെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് കപ്പാസിറ്റി താഴേക്ക് പോകുന്നുണ്ട് പലപ്പോഴും. ആൻഡ് ദ ലാസ്റ്റ് വൺ, സം ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ബൈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ മേ ബി ഹാംഫുൾ ടു ദ ഓർഗനൈസേഷൻ. പലപ്പോഴും ഈ നമ്മുടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ചെയ്യുന്ന പല പദ്ധതികളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പല പരിപാടികളും അവർ ചെയ്യുന്ന പല പ്രോഗ്രാംസും തന്നെ നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷന് ഹാംഫുൾ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷന് എതിരായി സംഭവിക്കുക അല്ലെങ്കിൽ അപകടകരമായി സംഭവിക്കുക.